ഇത് ഇവിടെ ഈ വർഷം ആദ്യമായി മഞ്ഞ് പെയ്തതിൻ്റെ വീഡിയോസാണ്. ഇവിടെ ഏകദേശം കറക്റ്റായിട്ടാണ് കാലാവസ്ഥ പ്രവചനമൊക്കെ നടക്കുന്നത്. മഞ്ഞ് പെയ്യും 9 മണിക്കെന്ന് പറഞ്ഞ് ചുമ്മാ നോക്കിയപ്പോൾ ദാ മഞ്ഞ് പെയ്യുന്നു. എങ്കിൽ പിന്നെ ഒരു വോക്കിന് പോകാമെന്ന് കരുതി വെളിയിലോട്ട് ഇറങ്ങി. പിന്നെ വീട്ടുകാരെയും കൂട്ടുകാരെയൊക്കെ വിളിച്ച് മഞ്ഞ് പെയ്യുന്നതൊക്കെ കാണിച്ചു. അവർക്ക് സന്തോഷമാകട്ടെ. പിന്നെ ഇതിൻ്റെ ഒരു വിഷ് ലിസ്റ്റിലുള്ള ഒരു ഭാഗമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസ് ട്രീയുടെയും പുൽക്കൂടിൻ്റെയൊക്കെ പുറകിൽ ലൈവായിട്ട് ഇങ്ങനെ മഞ്ഞ് പെയ്യുന്നതൊക്കെ കാണുന്ന ഒരു ഡ്രീമായിട്ട് ഹോം അലോൺ മൂവീസ് കണ്ടപ്പോൾ തൊട്ടൊക്കെ ഉള്ളൊരാഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ചു. അങ്ങനെ ഒരു വിഷ് ലിസ്റ്റിലുള്ളൊരു കാര്യം ഇങ്ങനെ നടക്കുന്നത് ലൈവായിട്ട് കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് ഞാനിതൊക്കെ അയച്ചു വെക്കാതിരുന്നത്. ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് ആയിട്ടാണ് ജാനുവരി 1 തുടങ്ങുന്നത്. അതുകൊണ്ട് ഡിസംബർ 31 തന്നെ ഇവർ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയച്ചു വെക്കാറാണ് പതിവെന്നാണ് കേട്ടിരിക്കുന്നത്. പക്ഷേ ഞാനിതിവിടെ ഇങ്ങനെ വെച്ചിരുന്നത് നേരത്തെ അപ്ഡേഷൻ ഉണ്ടായിരുന്നു ഇന്ന ദിവസം മഞ്ഞ് പെയ്യുന്നത്. അതുകൊണ്ട് ഞാനിതൊന്നും അയച്ചു വെക്കാൻ പോയില്ല. ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ വെച്ചിരുന്നായിരുന്നു. അങ്ങനെ അത് നടന്നു. ഇതാണ് സെക്കൻഡ് ഡേ. എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ മഞ്ഞ് വീണ് കിടക്കുന്നത് കാണാൻ. എല്ലാവരും ഇപ്പോൾ വീടുകൾക്കുള്ളിലാണ്. കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഫാമിലീസും പിള്ളേരുമായിട്ടൊക്കെ കളിക്കാനൊക്കെ ഇറങ്ങും മഞ്ഞത്ത്. എൻ്റെ ഈ ചാനലിൽ നിന്ന് നോക്കുമ്പോൾ ഈ വ്യൂ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. മനസ്സ് നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ നോക്കിക്കേ, പഞ്ഞു മെത്ത പോലെ മഞ്ഞ് കിടക്കുന്നത്. അത് തൊട്ടറിയാനും കണ്ടറിയാനും ഒക്കെ ഉള്ള ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തത്തില്ലല്ലോ. അപ്പോൾ പിന്നെ വെളിയിലോട്ട് ഇറങ്ങാമെന്ന് കരുതി പതിയെ വെളിയിലോട്ടൊക്കെ ഒന്ന് പോയപ്പം മുഴുവനും ഒരു മഞ്ഞ് വൈബ് തന്നെ. ഒരു തണുത്ത വൈബാണ് കേട്ടോ. എവിടെ നോക്കിയാലും വെള്ള കളറിൽ മഞ്ഞ് മാത്രം. പിന്നെ പാർക്കിലേക്ക് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങ് ചെന്നപ്പോഴത്തേക്ക് അവിടെ പിള്ളേരൊക്കെ ഓൾറെഡി കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പിന്നെ ഞാനും ഒരു സ്നോമാനെയൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി കുറേ മഞ്ഞൊക്കെ തട്ടിക്കളിച്ച് ഒരു സ്നോമാനെ ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. അതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെ സ്നോമാനെയൊക്കെ ഉണ്ടാക്കി പിന്നെ കമ്പും കോലും ഒക്കെ കിട്ടി കൈയും കാലും ഒക്കെ വെക്കാൻ. അത് കഴിഞ്ഞ് മൂക്കിൽ വെക്കാൻ ഒരു ചെറിയ കായ കിട്ടി. പക്ഷെ അത് ശരിയാവുന്നില്ലായിരുന്നു. പിന്നെ തപ്പി നടന്ന് എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഇവിടെ വെച്ചതുപോലെ ഒരു മരത്തിൽ കുറേ കായകളുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. ഒരു മൂക്ക് പോലെ തന്നെ ഷേപ്പുള്ളൊരു കായ. അതിൽ എല്ലാം അഴുക്കായി പോയായിരുന്നു. അതിൽ ഒരെണ്ണം മാത്രമുള്ളായിരുന്നു ആ ചുമന്ന കളറുണ്ടായിരുന്നത്. പിന്നെ കമ്പ് കൊണ്ട് കൈകൾ വെച്ചു, 2 കല്ലെടുത്ത് കണ്ണാക്കിയും വെച്ചു. മൂക്കിൻ്റെ സ്ഥാനത്ത് സൈകെട്ടൊന്നും കിട്ടാതായിരുന്നപ്പോൾ ഞാനൊരു കമ്പാണ് എടുത്ത് വെച്ചത്. അങ്ങനെ കിട്ടിയപ്പോഴുണ്ടായിരുന്ന രൂപമായിരുന്നു ഇത്. പിന്നെയാണ് ആ ചുമന്ന കായ കിട്ടി. അത് വെച്ചപ്പോൾ എക്സാക്റ്റ് ഒരു സ്നോമാനെ പോലെയൊക്കെ കിട്ടി. ചെറിയൊരു പെർഫെക്ഷൻ കിട്ടിയപ്പോൾ ഞാനും ഹാപ്പി. പിന്നെ 3rd ഡേയിൽ സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു കേട്ടോ. എല്ലായിടത്തും നോക്കുമ്പോൾ മഞ്ഞൊക്കെ പെയ്ത് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷേ രശ്മികളൊക്കെ വീണ് നല്ല തിളങ്ങിയാണ് മഞ്ഞൊക്കെ കിടക്കുന്നത് കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ സൂര്യൻ നല്ല രീതിയിൽ കത്തി ജ്വലിച്ചൊക്കെ നിൽക്കുന്നു. ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. ഈ മഞ്ഞുപാളികളുടെ മുകളിൽ ഇങ്ങനെ ഈ സൂര്യപ്രകാശം വന്ന് വീഴുമ്പോൾ നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച. പിന്നെ രാത്രിയൊക്കെ ആയപ്പം ഒരു കാപ്പിയും ഒരു ഓംലെറ്റും കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹീറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിട്ടി. ഇപ്പോൾ 0 ഡിഗ്രിയിൽ നിന്ന് നല്ല -ഡിഗ്രിയിലോട്ട് വന്നിരിക്കുന്നതുകൊണ്ട് നല്ല തണുപ്പാണ്. പിന്നെ സാഹിത്യകാരൻ പറഞ്ഞതുപോലെ ചൊറിയുമ്പോൾ കിട്ടുന്ന സുഖം അത് വേറൊന്നിലും കിട്ടില്ല എന്ന പോലെ ഇതിൽ നിന്നുള്ള ഈ ചൂട് വായു നമ്മുടെ ദേഹത്ത് തൊടുമ്പോഴുള്ള ആ ഒരു ഫീലുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സുഖം തന്നെയാണ് കേട്ടോ. അങ്ങനെ മഞ്ഞിനെ തൊട്ടും തലോടിയുമൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മഞ്ഞുദിനങ്ങൾ.